Hello everyone, welcome to Take It Easy. ഒന്നാമത്തെ യൂണിറ്റ് ഹാർമണി ഓഫ് മാർവൽസ്. അതിലെ ഒന്നാമത്തെ സ്റ്റോറിയാണ്, ചെറിയൊരു സ്റ്റോറിയാണ്, എ റോബോട്ട് വിത്ത് എ വൈറസ്. അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എന്താണ് ഹാർമണി എന്ന് പറഞ്ഞാൽ? ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യം കേട്ടോ. മാർവൽസ് എന്ന് പറഞ്ഞാൽ വിസ്മയങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു അത്ഭുതങ്ങളുടെ അല്ലെങ്കിൽ വിസ്മയങ്ങളുടെ ഐക്യം, സമന്വയം എന്നുള്ള അർത്ഥമാണ് ഈ യൂണിറ്റിനുള്ളത് കേട്ടോ. അപ്പോൾ കുറേ വിസ്മയങ്ങളാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഥയുടെ പേര് എ റോബോട്ട് വിത്ത് എ വൈറസ് അല്ലേ. റോബോട്ടിൻ്റെ കഥയാണ്, വൈറസോട് കൂടി വന്ന റോബോട്ടിൻ്റെ കഥയാണിത്. ഓക്കെ, നോക്കാലോ. ദ ഡോർവേ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കാനാണ് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, അത് നോക്കൂ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുള്ളത് നോക്കി. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം. റോബോട്ടിന് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ, ജോലികൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ക്ലീനിങ് ഫ്ലോർസ്, നിലമൊക്കെ ക്ലീൻ ചെയ്യും. വാഷിംഗ് ഡിഷസ്, പാത്രങ്ങൾ കഴുകും. കുക്കിംഗ് ഫുഡ്, ഭക്ഷണം പാകം ചെയ്യും. ക്യാരിങ് ഹെവി ഒബ്ജക്ട്സ്, വെയിറ്റുള്ള ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും, ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അസിസ്റ്റിംഗ് ഇൻ ഫാക്ടറീസ് ആൻഡ് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റലിലും ഫാക്ടറീസൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട് എന്താണ്, ഒരു AI ടീച്ചർ ഉണ്ടായിരുന്നു അല്ലേ. യെസ്, ഐറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോബോട്ട് ടീച്ചറിനെ നമ്മൾ പരിചയപ്പെട്ടു കേരളത്തിൽ തന്നെ. സോ അങ്ങനെ ഇതൊക്കെ ഇന്ന് എല്ലാ മേഖലകളിലും റോബോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോസ്. എന്താണ്, വീട്ടു ജോലികൾ ചെയ്യുന്ന റോബോട്ടിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഐ ഹാവ് ഹേർഡ് ഓഫ് റോബോട്ട് വാക്യൂം ക്ലീനേഴ്സ് ദാറ്റ് ക്ലീൻ ദ ഫ്ലോർ ഓട്ടോമാറ്റിക്കലി. ഉണ്ട് അല്ലേ. യെസ്, ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു. നിങ്ങൾക്ക് വീട്ടിലൊരു റോബോട്ടിൻ്റെ സഹായം കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിനെക്കൊണ്ട് എന്തൊക്കെ വർക്കായിരിക്കും ചെയ്യിക്കുക, എന്തൊക്കെയായിരിക്കും ചെയ്യിക്കുക? യെസ്, നമ്മൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും ആദ്യം അല്ലേ. ഐ വിൽ മേക്ക് ഇറ്റ് ക്ലീൻ മൈ റൂം, എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യിക്കും. വാഷ് ഡിഷസൊക്കെ പാത്രമൊക്കെ കഴിപ്പിക്കും. പിന്നെ മെയിനായിട്ട് നമുക്ക് മടിയുള്ള കാര്യം എന്താണ്? യെസ്, ഐ വിൽ ടേക്ക് ഹെൽപ്പിൽ എന്ത് ചെയ്യും? ഹെൽപ്പ് മീ വിത്ത് മൈ ഹോം വർക്ക്. എൻ്റെ ഹോം വർക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ഹെൽപ്പ് ഞങ്ങൾ തേടും എന്നും കൂടി നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ റോബോട്ട്. ഒരു കുട്ടിയുടെയും ഒരു ആൺകുട്ടിയുടെയും റോബോട്ടിൻ്റെയും കഥ നമുക്ക് പഠിക്കാം. എ റോബോട്ട് വിത്ത് എ വൈറസ്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. എന്താ പറയുന്നത്, നല്ല വെളിച്ചമുള്ള, നല്ല സൂര്യപ്രകാശമുള്ള ഒരു ദിവസമായിരുന്നു. വൈബ്രൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ കളറിലുള്ള സൂര്യപ്രകാശം അവിടെ അക്രോസ് ദ സ്ട്രീറ്റ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. സൂര്യപ്രകാശം അവിടെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. മീൻസ് നല്ല വെളിച്ചമുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. ഈ പ്രകാശം എങ്ങനെ എന്താണ്, വീടുകളുടെ റൂഫിലൊക്കെ അല്ലേ, മേൽക്കൂരിലൊക്കെ തങ്ങി നിൽക്കുകയാണ്. ഹ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിറം, പലതരത്തിലുള്ള വർണ്ണങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. വളരെ എന്താണ്, റിഫ്രഷിങ് ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള എയറാണ് അവിടെ ഉണ്ടായിരുന്നത്. ദ സൺ ബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. എന്താ പറയുന്നത്, റിക്കിയുടെ റൂമിലേക്ക് സൂര്യപ്രകാശം ഇങ്ങനെ എത്തി നോക്കി. പീപ്ഡ് എന്നാൽ എത്തി നോക്കുക എന്നുള്ള അർത്ഥമാണ്. സ്കൈലൈറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ജനൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വിൻഡോസിൻ്റെ ഉള്ളിലേക്ക് കൂടി സൂര്യപ്രകാശം റിക്കിയുടെ റൂമിലേക്കും എത്തി നോക്കി. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവൻ ഇപ്പോഴും എവിടെയാണ്, കിടക്കയിൽ തന്നെയാണ്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. ഒരു 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് റിക്കി. റിക്കി lived in a lovely futuristic house which had everything you can ever want. എന്താ പറയുന്നത്, റിക്കി ജീവിച്ചിരിക്കുന്നത് ഒരു നല്ലൊരു എന്താണ്, അത്യാധുനികമായ സൗകര്യങ്ങളുള്ള, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട്ടിലാണ് അല്ലേ. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയുള്ള ഒരു വീട്ടിലാണ് റിക്കി താമസിക്കുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത്യാധുനികമായ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. യെസ്, ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. എന്താ പറയുന്നത്, സ്ലോവൻലി എന്ന് പറഞ്ഞാൽ വളരെ അലക്ഷ്യമായിട്ടല്ലേ, മടിയുള്ള, വളരെ എല്ലാം വലിച്ചു വാരി എറിയുന്ന കുട്ടിയായിരുന്നു ആര്, റിക്കി. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി എറിയുമായിരുന്നു. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അവൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട സാധനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കുക എന്നുള്ളത് അവൻ്റെ അമ്മയുടെ ജോലിയായിരുന്നു. ഹിസ് മദർ, ഹു വാസ് എ മാനേജർ ഓഫ് എ ബാങ്ക്, ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. എന്താ പറയുന്നത്, അമ്മ ഒരു ബാങ്കിലെ മാനേജറാണ്, അവർ ജോലിക്ക് പോകും ഡെയിലി മോർണിംഗ് അല്ലേ. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. പോകുന്ന സമയത്ത് എപ്പോഴും അമ്മയ്ക്ക് റിക്കിയോട് ഒരുപാട് പണി ഏൽപ്പിച്ചിട്ടാണ് പോകേണ്ടത്. എന്തൊക്കെയാണ്,
റിക്കി കീപ്പ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. എന്താണ്? റിക്കി നിൻ്റെ സ്കൂൾ ബാഗ് കൊണ്ട് സ്റ്റഡി റൂമിൽ കൊണ്ട് വെക്കൂ. പിന്നെന്താ? റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി നിൻ്റെ അലക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ കൊണ്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടൂ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ലഞ്ച് ബോക്സ്, ഭക്ഷണം കൊണ്ടുപോയ ബോക്സ് കഴുകി വെക്കൂ. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യൂ. ആൻഡ് സോ ഓൺ. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കാര്യങ്ങളിൽ. ഇങ്ങനെ വർക്കുകൾ അമ്മയ്ക്ക് രാവിലെ തന്നെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകും. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. ഇതൊന്നും പക്ഷെ അവൻ ചെയ്യില്ല. അമ്മ ഇങ്ങനെ പറയുന്നല്ലാണ്ട് ഇതൊന്നും അവൻ ചെയ്യില്ല. അവൻ കളിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെന്താ? റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. റിക്കി വീട്ടിലെ ഒരു ജോലികളും അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നില്ല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. എന്താ പറയുന്നത്? അവൻ വളരെ ആകാംക്ഷ അല്ലെങ്കിൽ എന്താണ് അത്രത്തോളം ആവേശഭരിതനായിരുന്നു. ഒരു റോബോട്ട് വീട്ടിൽ വരുന്നുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും എത്രത്തോളം ആവേശത്തോടെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ ആവേശഭരിതനായിരുന്നു റിക്കിയും. ഒരു വീട്ടുജോലികൾ ചെയ്യുന്ന ഒരു റോബോട്ട് വീട്ടിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ കേട്ടോ. ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞാൽ വീട്ടുജോലികൾ ചെയ്യുന്ന റോബോട്ടാണ് കേട്ടോ. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. ആ റോബോട്ട് വീട്ടിലെത്തിയ പാട് തന്നെ അതിന് പണി കിട്ടി. എന്തൊക്കെയാണ് അതിൻ്റെ പണികൾ? കുക്ക് ചെയ്യാൻ വേണ്ടി പോയി, പിന്നെയോ ഫുൾ ക്ലീൻ ചെയ്തു, പിന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചു. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, റിക്കി ഇങ്ങനെ വലിച്ച് വാരി എറിഞ്ഞ സാധനങ്ങൾ നിലത്ത് മുഴുവൻ കിടക്കലാണ്. അത് മുഴുവൻ പെറുക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ റോബോട്ട് ചെയ്തത്, ബട്ട്ലർ റോബോട്ട് ചെയ്തത്. On the first day, when he went to sleep, his bedroom was in a disastrous state as usual. എന്താ പറഞ്ഞത്? ഈ നമ്മുടെ റോബോട്ട് വന്ന അന്ന് രാത്രി റിക്കി ഉറങ്ങാൻ പോകുമ്പോൾ അവൻ്റെ റൂം എങ്ങനെയായിരുന്നു? അത്രയും മോശമായ അലങ്കോലമായ അവസ്ഥയിൽ, അല്ലേ, ദയനീയമായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞാൽ അലങ്കോലമായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് വെൻ ഹി woke up the next morning, everything was perfectly clean and tidy. നെക്സ്റ്റ് ദിവസം അല്ലെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താണ്? എല്ലാ സാധനങ്ങളും വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടല്ലേ, വളരെ വൃത്തിക്ക് അടുക്കി പെറുക്കി ചിട്ടയോടുകൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്. എന്താ പറയുന്നത്? എൻ്റെ അമ്മോ, അത്ഭുതമായിരിക്കുന്നല്ലോ, എത്ര വൃത്തിയാണ് എൻ്റെ റൂം കാണാമെന്ന് റിക്കി തന്നെ അത്ഭുതപ്പെട്ടു. ഹി എക്സ്ക്ലെയിംഡ്. അവൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു പോയി. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. ആക്ച്വലി അത് വല്ലാണ്ട് ക്ലീനായി പോയായിരുന്നു. റിക്കി കുഡിൻ ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. എന്താണ്? വൃത്തി കുറച്ച് കൂടിപ്പോയി. കാരണം അവൻ്റെ ടീഷർട്ട്, അവന് ഏറ്റവും ഇഷ്ടമുള്ള ടീഷർട്ട് കാണുന്നുണ്ടായില്ല, അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോളും കാണുന്നുണ്ടായിരുന്നില്ല. മാ, വെർ ഇസ് മൈ ടീഷർട്ട്, വെർ ഇസ് മൈ ബോൾ? ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. എന്താണ്? അമ്മ, എൻ്റെ ബനിയൻ എവിടെ, അമ്മ എൻ്റെ ബോൾ എവിടെയെന്ന് ചോദിച്ചിട്ട് അവൻ്റെ അമ്മേനെ ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പെസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക കേട്ടോ. ഒരു കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിച്ച് എന്താണ് ഒരാളെ ശല്യപ്പെടുത്തുന്നതിനാണ് പെസ്റ്റേർഡ് എന്ന് പറയുക. PESTERED. He could not find his things even after he had searched up and down. അവൻ എന്താണ് എല്ലാവരുടെയും പരതിയിട്ട് പോലും അവൻ്റെ വേണ്ട ആ സാധനങ്ങൾ അവന് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ് വേർ കുഡ് ദേ ഹാവ് ഗോൺ. അവൻ തന്നെ ഇങ്ങനെ ചോദിച്ചു, അതൊക്കെ എവിടെയപ്പോൾ പോയിട്ടുണ്ടാവുക എന്ന് അവൻ തന്നെ സ്വയം ചോദിച്ചു. ഹൗവർ മച്ച് ഹി സെർച്ച്ഡ് ഡ്യൂറിങ് ദ ഡേ, ദോസ് ടു ഐറ്റംസ് ഡിഡ് നോട്ട് റീഅപ്പിയർ. എന്താണ്? എത്രത്തോളം അവൻ പരതിയിട്ടും, അങ്ങനെ അവൻ പരതി വീട് മുഴുവൻ അരിച്ച് പെറുക്കിയിട്ടും അവന് വേണ്ട ആ രണ്ട് സാധനങ്ങൾ, ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടും ഫുട്ബോളും അവന് തിരിച്ച് കിട്ടിയിട്ടില്ല. റീഅപ്പിയർ എന്ന് പറഞ്ഞാൽ അത് തിരിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. സെയിം സംഭവം തന്നെ അടുത്ത ദിവസങ്ങളും സംഭവിക്കാൻ തുടങ്ങി. ഓരോ സാധനങ്ങളായിട്ട് മിസ്സാവാൻ വേണ്ടി തുടങ്ങി. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്, ഹി തോട്ട്. എന്താ പറയുന്നത്? റിക്കിക്ക് ഒരു സംശയം തോന്നാൻ തുടങ്ങി. ആരെയാണ്? സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ സംശയമുള്ള. ആരുടെ മേലെയാണ്? നമ്മുടെ ബട്ട്ലർ റോബോട്ടിൻ്റെ മേലെ സംശയം തോന്നി. ഇത് അവൻ്റെ പണിയാണല്ലോ, അല്ലേ? ഹാൻഡി വർക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി, അത് അവൻ്റെ ജോലിയാണ്, അത് അവൻ്റെ വർക്കാണ്, അല്ലെങ്കിൽ അത് അവൻ്റെ പണിയാണ് നമ്മൾ പറയുമല്ലോ. അവൻ്റെ വർക്കാണ്, അത് അവൻ്റെ പണിയാണതെന്ന് റിക്കി സംശയിച്ചു. അവനാണ് ഇതൊക്കെ എടുത്ത് മാറ്റുന്നത് എന്ന് സംശയിച്ചു. ഗ്ലീമിംഗ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന കേട്ടോ. ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ബട്ട്ലർ റോബോട്ട്, ഗ്ലീമിംഗ്. അന്ന് അവൻ സംശയിച്ചു, ഈ ബട്ട്ലർ റോബോട്ടാണ് അവൻ്റെ സാധനങ്ങൾ എടുത്ത് മാറ്റിയത് എന്ന്
ആര് സംശയിച്ചു? റിക്കി സംശയിച്ചു. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. എന്ത് ചെയ്തു എന്നിട്ട്? ഇവനാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് സംശയം തോന്നിയിട്ട് ഇവനൊരു പ്ലാൻ ഇട്ടു. നമ്മുടെ റിക്കി ഒരു പ്ലാൻ ഇട്ടു. എന്താണ്? ഇവനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഹാച്ച്ഡ് എ പ്ലാൻ എന്ന് പറഞ്ഞാൽ പദ്ധതി ആസൂത്രണം ചെയ്തു എന്നാണ് കേട്ടോ. ഹാച്ച്ഡ് എ പ്ലാൻ. സ്പൈ എന്ന് പറഞ്ഞാൽ അവനെ എന്താണ് വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. ഈ റോബോട്ടിന് ചുറ്റും ഇങ്ങനെ എന്താണ് ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫൈനലി ഹി കോട്ട് ഇറ്റ് റൈറ്റ് ഹാൻഡഡ്. അങ്ങനെ ഫൈനലി അവൻ കണ്ടുപിടിച്ചു. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. എന്താണ്? അവൻ്റെ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ ഇവൻ കൈയോടുകൂടി ഈ റോബോട്ടിനെ പിടിച്ചു എന്നാണ് പറയുന്നത്. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. ടു ഹിസ് സർപ്രൈസ് he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. എന്താണ്? ഒച്ചയൊന്നും ഉണ്ടാക്കാണ്ട് ഇവനെ ഈ റോബോട്ടിനെ പിന്തുടരുന്നു അല്ലേ? ഈ ഒരു ടീഷർട്ട് അവിടെ നിന്ന് എടുക്കുന്നത് കണ്ടു. എന്നിട്ട് ഒച്ച ഉണ്ടാക്കാണ്ട് റോബോട്ടിനെ പിന്തുടർന്നു റിക്കി. അപ്പോൾ റോബോട്ട് എന്താ ചെയ്ത? ടീഷർട്ട് പതുക്കെ കൊണ്ടുപോയിട്ട് മടക്കിയിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുകയാണ് ചെയ്തത്. പൈൽ എന്ന് പറഞ്ഞാൽ കൂമ്പാരം കേട്ടോ. വലിയൊരു ഡ്രസ്സിൻ്റെ ഒരു വലിയ കൂമ്പാരം ഉണ്ടായിരുന്നു സ്റ്റോർ റൂമിൽ. അവിടെ കൊണ്ട് വെച്ചു. പൈൽ മീൻസ് കൂമ്പാരം. എന്നിട്ട് എന്താ? ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. എന്നിട്ട് എന്താണ്? ഓടിപ്പോയി അവൻ റിക്കി ഓടി അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. എന്താ പറയുന്നത്? ഈ ബട്ട്ലർ റോബോട്ട് തെറ്റാണ്. ഇവൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഫോൾട്ടി. ഹി ഹാസ് ഫിൽസ്ഡ് മൈ തിങ്സ്. എന്താ പറഞ്ഞത്? അവൻ ഓടിപ്പോയി അച്ഛനോടും അമ്മയോടും പറഞ്ഞു, അച്ഛാ ഈ റോബോട്ട് ഫോൾട്ടി ആണല്ലേ, ഇവൻ ഉണ്ടാക്കിയിരിക്കുന്ന തെറ്റായ രീതിയിലാണ്, ഇവൻ എൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. എടുത്തു മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ മോഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. FILCHD ഫിൽസ്ഡ് കേട്ടോ. എന്നുവെച്ചാൽ മോഷ്ടിച്ചു, എടുത്തു മാറ്റിയെന്നൊക്കെയുള്ള അർത്ഥമാണ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നു അവനെ തെറ്റായിട്ടാണ് പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. റോബോട്ടിനൊക്കെ പ്രോഗ്രാം ചെയ്ത് വിടുകയുണ്ട് അല്ലേ? കുറേ പ്രോഗ്രാംസ് കൊടുത്തിട്ടാണ് റോബോട്ടിനൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ റിക്കി പറയലാണ് ഇതിനെ പ്രോഗ്രാം ചെയ്തത് തെറ്റാണെന്ന് റിക്കി പറയലാണ്. ലെറ്റസ് സെൻഡ് ഹിം ഓഫ്. എന്താ പറയുന്നത്? ലെറ്റസ് സെൻഡ് ഹിം ഓഫ്. നമുക്കവനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അബ്സല്യൂട്ട്ലി നോട്ട്. അച്ഛൻ സമ്മതിക്കുന്നില്ല. ഇല്ലേ അല്ല, ശരിയല്ല എന്ന് അച്ഛൻ തറപ്പിച്ച് പറഞ്ഞു. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. അല്ലേ അല്ല, ഒരിക്കലും അത് മിസ്റ്റേക്ക് അല്ല. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. ഇയാൾ റോബോട്ടിക്സിലെ റോബോട്ട്സിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലേ, അതിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളാണ് ഈ റിക്കിയുടെ അച്ഛൻ. അയാൾ പറഞ്ഞു ഒരിക്കലും അത് തെറ്റായിട്ടൊന്നല്ല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, വളരെ കറക്റ്റാണെന്ന് പറഞ്ഞു. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. അയാൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ന്യൂ ബട്ട്ലർ. ഈ റോബോട്ടിൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പി ആയിരുന്നു. നല്ല പ്രോഗ്രാം ചെയ്ത രീതിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അത് അദ്ദേഹത്തിനൊരു സ്വപ്ന സാക്ഷാത്കാരം പോലെ ആയിരുന്നു. ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞാൽ സ്വപ്ന സാക്ഷാത്കാരം. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. എന്താണ്? പക്ഷേ റിക്കി ദുർവാശി പിടിച്ചു അല്ലെ, പിടിവാശി പിടിച്ചു. അതിനെ ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്ന് റിക്കി ദുർവാശി പിടിച്ചു. ഐ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് അതിനെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അച്ഛനും മോനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഫാദർ, എ റോബോട്ട് ഇസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. എന്താ പറയുന്നത്? റോബോട്ട് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ അത്ഭുതം നിറഞ്ഞൊരു കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ചെയ്യാൻ കഴിയാമെന്ന് അച്ഛൻ പറയലാണ്. റിക്കി എന്താ പറയുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എന്താ പറയുന്നത്? എനിക്കങ്ങനെ തോന്നുന്നില്ല. അവൻ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് അവൻ ഉണ്ടാക്കുന്നതെന്ന് റിക്കി പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയുന്നത്, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ റോബോട്ട് വർക്ക്സ്. റിക്കി, നീ പറയുന്നത് തെറ്റാണ്. എങ്ങനെയാണ് ഒരു റോബോട്ട് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നിനക്കറിയില്ല, പക്ഷേ എനിക്കറിയാമല്ലേ, കാരണം അദ്ദേഹം എന്താണ് ഒരു റോബോട്ടിക്സിൽ എക്സ്പേർട്ടായിട്ടുള്ള അല്ലേ ആളാണ്. അപ്പോൾ റിക്കി പറയലാണ്, ഐ കാൺ അഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. എന്താ പറയുന്നത്? അച്ഛൻ നിങ്ങൾ പറയുന്നത് എല്ലാം ശരിയൊന്നുമല്ല, എനിക്ക് അഗ്രി ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. കാരണം കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ റോബോട്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ റിക്കി പറഞ്ഞു. റിക്കി kept on complaining to his parents about the robot hiding things that outweighed whatever useful things he did. എന്താ പറയുന്നത്? ദിവസം ഇങ്ങനെ റിക്കി എന്താണ് അവർ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ റോബോട്ട് ചെയ്ത ഓരോ സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്നു, ഒളിപ്പിച്ച് വെക്കുന്നു, അങ്ങനെ മോഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദാറ്റ് ഔട്ട്വെയ്ഡ് എന്ന് വെച്ചാൽ അത് മറികടന്നു. എന്ത്? ഈ റോബോട്ട് ചെയ്ത നല്ല കാര്യങ്ങളുടെ ഒക്കെ മേലെയായിരുന്നു റിക്കിയുടെ കംപ്ലയിൻറ്റ്സ്. One day the robot who was whirring past heard the boys' complaints.
എന്താണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റോബോട്ടിൽ എവറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് ആയിക്കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റോബോട്ടുകൾക്ക് പറയുന്നതാണ് കേട്ടോ. റോബോട്ടിൻ്റെ സൗണ്ട് അറിയാമല്ലോ, അതിന് പറയുന്നതാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോബോട്ട് ഈ കുട്ടി പറയുന്ന വിക്കി പറയുന്ന റിക്കിയുടെ കംപ്ലയിൻസ് ഒക്കെ കേട്ടു. ദ റോബോട്ട് റിട്ടേൺഡ് വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. എന്താണ് പോയിട്ട് ഈ റിക്കിയുടെ 1-2 പെയർ ഷൂസും ക്ലോത്ത്സ് ഒക്കെ കൊണ്ട് വന്നു. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. എന്താ പറഞ്ഞത്? ഇതാ സാറേ നിങ്ങളുടെ സാധനങ്ങൾ ഇതിങ്ങനെ നിങ്ങൾ ഇത്രത്തോളം ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്, ഇത്രത്തോളം പ്രശ്നം നിങ്ങൾക്കായി എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് റോബോട്ട് പറഞ്ഞു ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. എന്താണ് മെറ്റാലിക് വോയിസ്? റോബോട്ടിൻ്റെ സൗണ്ട് എങ്ങനത്തെയാണ് അറിയാമല്ലോ അല്ലേ? നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ സൗണ്ട് കേട്ടില്ലേ സിനിമയിൽ? യെസ്, അതുപോലെയുള്ള സൗണ്ടായിരിക്കും റോബോട്ടിന്. അങ്ങനെ പറഞ്ഞു. ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. എന്താണ് ഹൗ കുഡ് ഇറ്റ് നോട്ട്? എന്നെ ഇങ്ങനെ ബോധർ ചെയ്യാണ്ടിരിക്കുക ഈ കാര്യങ്ങൾ. എങ്ങനെ എന്നെ ബോധർ ചെയ്യിക്കാണ്ടിരിക്കുക? എന്നെ അത്ര ടെൻഷൻ അടിപ്പിച്ചു ഈ കാര്യങ്ങൾ. കാരണം നീ എൻ്റെ സാധനങ്ങൾ ദിവസവും മോഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്, കള്ള എന്ന് വിളിച്ചു റോബോട്ടിനെ. നിക്കിങ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക കേട്ടോ, NICKING. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. എന്താ പറയുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സാധനങ്ങൾ നിലത്ത് ചിതറിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. ഞാൻ വിചാരിച്ചത് എന്താണ്, നിലത്ത് കിടക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെന്ന് കരുതി. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആവശ്യമില്ലാത്ത സാധനങ്ങൾ മൊത്തം കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. എന്താ പറയുക, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ആവശ്യമുള്ള ആൾക്കാർക്ക് ഞാൻ അത് പ്ലേസസിലേക്ക് സെൻഡ് ചെയ്യാണ് ചെയ്യാറ്. രാത്രിയിൽ അത് അയച്ചു കൊടുക്കും മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. വെർ യു അൺഅവെയർ ഓഫ് ഇറ്റ്, ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. എന്താ പറയുന്നത്? ഞാനൊരു മാക്സിമം എഫിഷ്യൻസിയുള്ള വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോബോട്ടാണ് ഞാൻ. നിങ്ങൾക്കത് അറിയാത്ത കാര്യമാണോ എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഈ റോബോട്ട് ചോദിച്ചു. റിക്കി വാസ് അഷേംഡ്. റിക്കിക്കാകെ നാണക്കേടായിപ്പോയി. ഹി ഹാഡ് സ്പെൻറ്റ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വർ യൂസ്ലെസ്. എന്താണ് അവൻ്റെ ജീവിതത്തിൽ എത്തുന്നാളും എങ്ങനെയായിരുന്നു? സാധനങ്ങൾക്കൊന്നും ഒരു വിലയില്ലാണ്ട് അങ്ങും ഇങ്ങും എറിഞ്ഞിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. ഒരു വിലയും കൊടുത്തിരുന്നില്ല, യൂസ്ലെസ് ആയിട്ടായിരുന്നു സാധനങ്ങൾ ട്രീറ്റ് ചെയ്തിരുന്നത്. ഹി കെയർഡ് ഫോർ നത്തിങ്. ഒന്നിനും ഒരു ശ്രദ്ധയും കൊടുത്തിരുന്നില്ല. യെറ്റ് ദർ വർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്. അപ്പോൾ എന്താ ഇപ്പോൾ ഇയാൾ പറഞ്ഞത്? നമ്മുടെ റോബോട്ട് പറഞ്ഞു നിങ്ങളുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റിക്കി വിചാരിക്കലാണ് അപ്പോൾ എൻ്റെ ഈ സാധനങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ലോകത്തുണ്ട് എന്ന് റിക്കിക്കാകെ അത്ഭുതമായിപ്പോയി. ശരിക്കും നാണക്കേടായിപ്പോയി. ഞാൻ ഒന്നിനും ശ്രദ്ധയും വാല്യൂയും കൊടുത്തില്ലല്ലോ എന്നോർത്ത് റിക്കി ശരിക്കും നാണക്കെട്ടു. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൻ ഗുഡ് കെയർ ഓഫ് ദം ടു. എന്താ പറയുന്നത്? ഇവനെ പോലെ അല്ല, ആ കിട്ടിയ ആൾക്കാർ ആ സാധനങ്ങൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചു ശ്രദ്ധിക്കുന്നുണ്ടാകും. ഹി റിയലൈസ്ഡ് ദാറ്റ് ദ റോബോട്ട് വാസ് നീദർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്, റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. അപ്പോൾ റിക്കി മനസ്സിലാക്കി ഈ റോബോട്ട് ശരിക്കും തെറ്റായിട്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ തെറ്റിപ്പോയതോ ഒന്നുമല്ല, പ്രശ്നമുള്ളതൊന്നുമല്ല. ഈ റോബോട്ട് വളരെ നല്ല രീതിയിൽ തന്നെ, എക്സ്ട്രീംലി വെൽ, ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയ ഒരു റോബോട്ടാണിതെന്ന് ആര് മനസ്സിലാക്കി? റിക്കി മനസ്സിലാക്കി. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. എന്താണ്? അന്ന് മുതൽ, സിൻസ് ദെൻ റിക്കി എന്ത് തീരുമാനിച്ചു? ഏറ്റവും നല്ല മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏറ്റവും നല്ലൊരു കുട്ടിയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ്റെ സാധനങ്ങൾക്ക് നല്ല വൃത്തിക്ക് ട്രീറ്റ് ചെയ്ത് നല്ല ശ്രദ്ധയോടുകൂടി എടുത്തു വെക്കാൻ വേണ്ടി തുടങ്ങി. He kept them tidy and made sure he did not have more than what was necessary. അവനവൻ്റെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കാനും തുടങ്ങി. മാത്രമല്ല ആവശ്യത്തിൽ കൂടുതൽ ഒരു സാധനങ്ങളും വാങ്ങണ്ട എന്ന് റിക്കി തീരുമാനിച്ചു. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. എന്ന് വെച്ചാൽ എന്താണ്? എ ലീഫ് ഔട്ട് ഓഫ് ഹിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു പാഠം, അല്ല ഒരു ഇതൾ പറിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ റോബോട്ട് അവനൊരു പാഠം പഠിപ്പിച്ചു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. With his pocket money, he began to help people and buy needful things for them. റോബോട്ടിൻ്റെ ലൈഫിൽ നിന്നൊരു കാര്യം എടുത്തു. എന്താ എടുത്തത്? റോബോട്ട് പറയുന്നുണ്ട്
ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് ആവശ്യമുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പോയിന്റ് റിക്കി ഏറ്റെടുത്തിട്ട് റിക്കി എന്ത് ചെയ്യാൻ തുടങ്ങി, അവൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് അതായത് സഹായങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. നീഡ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ, അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് അവർക്ക് ആവശ്യക്കാർക്ക് എത്തിക്കാൻ വേണ്ടി കൂടി റിക്കി ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സ്റ്റോറി. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി എല്ലാവരും കാണുക, പഠിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.